നിക്കോളാസ് മഡുറോയെ അധികാരഭ്രഷ്ടനാക്കിയതിന് പിന്നാലെ വെനീസ്വലയിലെ രാഷ്ട്രീയ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന സൂചനകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയ വേദികളിൽ വിഷയം ചർച്ചയാവുകയാണ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ട്രംപ് തന്റെ പുതിയ നീക്കത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. വെനീസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സ്വയം അവരോധിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. വിക്കിപീഡിയ പേജിനോട് സാമ്യമുള്ള ഡിസൈനിൽ സ്വന്തം ചിത്രം ഉൾപ്പെടുത്തി ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് വെനീസ്വല എന്നെഴുതിയ ദൃശ്യമാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്റ് ആഗോളതലത്തിൽ വലിയ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭരണാധികാരത്തെക്കുറിച്ച് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നയതന്ത്ര മര്യാദകൾക്കും വിരുദ്ധമാണെന്ന വിമർശനം ശക്തമാണ്. വെനീസ്വലയുടെ രാഷ്ട്രീയ അധികാരം പൂർണ്ണമായും അമേരിക്കയുടെ കീഴിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വെനീസ്വലയ്ക്കായി ഒരു പുതിയ നേതൃത്വത്തെ കണ്ടെത്തുന്നതുവരെ താൽക്കാലികമായി അമേരിക്ക ഭരണചുമതല വഹിക്കുമെന്നായിരുന്നു ട്രംപ് നടത്തിയ പ്രഖ്യാപനം. ഈ പ്രസ്താവനയ്ക്ക് തൊട്ട് പിന്നാലെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വെനീസ്വലയിലെ വൻ എണ്ണ സമ്പത്തും അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരവും അമേരിക്കയുടെ താൽപര്യം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നു. വെനീസ്വലയിലെ എണ്ണ വലിയ തോതിൽ US വാങ്ങുമെന്നും അതിലൂടെ ലഭിക്കുന്ന വരുമാനം വെനീസ്വലയിലെയും അമേരിക്കയിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കുമെന്നാണ് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നത്. നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയതിന് പിന്നാലെ വെനീസ്വലയിലെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് താൽക്കാലിക പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരുന്നു. ഈ രാഷ്ട്രീയ മാറ്റങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രതികരണങ്ങൾക്ക് കാരണമായി. വെനീസ്വലയിലും ഇറാനിലും ഒരേ സമയം വ്യത്യസ്ത സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് രാജ്യാന്തര എണ്ണവിലയിലും പ്രതിഫലിക്കുന്നതായി സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഒരു ഘട്ടത്തിൽ $60 താഴേക്കിടിഞ്ഞ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $63 പിന്നിട്ടിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയ അസ്ഥിരത തുടരുകയാണെങ്കിൽ എണ്ണവില ഇനിയും ഉയർന്നേക്കുമെന്ന സൂചനകളാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത്. വെനീസ്വലയുടെ ഭരണ സംവിധാനത്തിലും സമ്പദ് വ്യവസ്ഥയിലും അമേരിക്ക കൂടുതൽ ശക്തമായി ഇടപെടുന്ന തരത്തിലുള്ള ട്രംപിന്റെ സൂചനകൾ ആഗോള ശ്രദ്ധ നേടുകയാണ്. വെനീസ്വല ദീർഘകാലമായി രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന രാജ്യമാണ്. ഭരണകൂടത്തിനെതിരായ ആരോപണങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, എണ്ണ വ്യവസായത്തിലെ തകർച്ച തുടങ്ങിയവ രാജ്യത്തെ ഗുരുതര അവസ്ഥയിലാക്കി. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വെനീസ്വലൻ ഭരണകൂടത്തിനെതിരെ ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ട്രംപ് വെനീസ്വലയുടെ കടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഭരണമാറ്റം വരെ ലക്ഷ്യമിട്ടുള്ള നയങ്ങളാണ് അന്ന് ചർച്ചയായത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന പുതിയ പ്രസ്താവനകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത്. ട്രംപ് നടത്തിയതായി പറയപ്പെടുന്ന പരാമർശങ്ങൾ നേരിട്ടുള്ള സൈനിക ഇടപെടലാണോ രാഷ്ട്രീയ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ നിയന്ത്രണം എന്ന പദം ഉപയോഗിക്കുന്നത് തന്നെ വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്നു. ഇത് വെനീസ്വലയുടെ എണ്ണ വിഭവങ്ങളോടുള്ള അമേരിക്കൻ താൽപര്യവുമായി ബന്ധപ്പെടുത്തി ചില നിരീക്ഷകർ കാണുന്നു. ട്രംപ് പതിവായി കടുത്ത ഭാഷയും വിവാദപരമായ പ്രസ്താവനകളും ഉപയോഗിക്കുന്ന നേതാവായതിനാൽ ഇത് രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള തന്ത്രമായിരിക്കാമെന്നും വിലയിരുത്തലുണ്ട്. ഇത്തരമൊരു സൂചന തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഗോളതലത്തിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം നേരിട്ട് ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സ്വാധീനാധികാര തത്വങ്ങൾക്കും വിരുദ്ധമാണെന്ന വിമർശനം ശക്തമാണ്. അതേസമയം വെനീസ്വലയിലെ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ടെന്നും ചില വിഭാഗങ്ങൾ വാദിക്കുന്നു. എന്നാൽ അതിന് സൈനികമോ നിർബന്ധിതമോ ആയ ഇടപെടൽ പരിഹാരമല്ലെന്നാണ് പൊതുവായ അഭിപ്രായം. വെനീസ്വലയുടെ നിയന്ത്രണം ഏറ്റെടുത്തേക്കുമെന്ന തരത്തിലുള്ള ട്രംപിന്റെ സൂചനകൾ യാഥാർത്ഥ്യമായ നടപടികളിലേക്ക് മാറുമോ എന്നത് അനിശ്ചിതത്വമാണ്. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ ആഗോള രാഷ്ട്രീയത്തിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ കാരണമാകുന്നു. ഒരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്ന അടിസ്ഥാന സിദ്ധാന്തം മറക്കാതെ നയതന്ത്രവും സമാധാനപരവുമായ ഇടപെടലുകളാണ് അന്താരാഷ്ട്ര സമൂഹം പിന്തുടരേണ്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.